നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു ഭാഗം മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസം, കൃത്യമായ അറിവ്. വിശ്വാസ പ്രമാണത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം നമുക്ക് യാതൊരു സംശയമില്ല. യേശുക്രിസ്തു ജനിച്ചു, മരിച്ചു, ഉയർത്തുവിന് യാതൊരു സംശയമില്ല. ഇതെല്ലാം നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഈ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരീരത്തിൻ്റെ ഉയർപ്പ്. അപ്പോൾ 8 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. 8 കാര്യങ്ങൾ. പ്രധാനമായിട്ട് നമ്മളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രധാനമായിട്ട് വിശ്വസിക്കേണ്ട ഒരു കാര്യം, വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനത്തെ ശരീരത്തിൻ്റെ ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പ് എന്താണെന്ന് വെച്ചാൽ എന്താണ്? 8 കാര്യങ്ങൾ എന്തെല്ലാമാണ്? ശരീരത്തിൻ്റെ ഉയർപ്പ്, മരണം, തനത് വിധി. മരിക്കുമ്പോൾ തന്നെ നമ്മൾ വിധിക്കപ്പെടുന്നു, അതിനാണ് തനത് വിധി എന്ന് പറയുന്നത്. തനത് വിധി, സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, നരകം, അന്ത്യവിധി, പുതിയ ആകാശം, പുതിയ ഭൂമി. ഇതാണ് 8 കാര്യങ്ങൾ. എന്തെല്ലാമാണ്? ശരീരത്തിൻ്റെ ഉയർപ്പ്, മരണം, തനത് വിധി, സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, നരകം, അന്ത്യവിധി, പുതിയ ആകാശം, പുതിയ ഭൂമി. ഇത്രയും കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ മുഴുവനും പറഞ്ഞില്ലെങ്കിൽ ഇതൊന്ന് തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ലാസറിനെ ഉയർപ്പിച്ച ഭാഗം മനസ്സിലാക്കി. ഇത് ഈശോ നമ്മളെ കാണിച്ചു തരികയാണ്. നമ്മളെല്ലാവരും ഇതുപോലെ ഉയർപ്പിക്കപ്പെടും. അപ്പോൾ എന്താണ് ശരീരത്തിൻ്റെ ഉയർപ്പെന്ന് പറയുന്നത്? ഞാൻ കാറ്റക്കിസത്തിൻ്റെ ഒരു റെഫറൻസ് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടാകുമ്പോൾ അതിനകത്ത് നോക്കി വായിച്ചാൽ മതി, പഠിച്ചാൽ മതി. $997 എന്താണ് ഉയർത്തെഴുന്നേൽക്കൽ? 997 CCCയിൽ മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിൽ, മരണം എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിനാണ് മരണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ശരീരം ജീർണിക്കുന്നു, മനുഷ്യ ശരീരം ജീർണിക്കുന്നു. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാവുന്നു. ആത്മാവ് ജീർണിക്കുന്നില്ല, മരിക്കുന്നില്ല. ആത്മാവ് ദൈവത്തിലേക്ക് പോകുന്നു. അതേസമയം മഹത്വീകൃത ശരീരവുമായി കണ്ടുമുട്ടുന്നതിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആത്മാവ് ദൈവത്തിലേക്ക് പോകുക മാത്രമല്ല, ആത്മാവ് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? ആത്മാവ് വസിച്ചിരുന്ന ഈ ശരീരം, ജീർണിച്ചു പോയ ശരീരം അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നതിനായിട്ട്. ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ ഈ ജീർണിച്ച ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം ആത്യന്തികമായി പ്രദാനം ചെയ്യും. അതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം ജീർണിക്കും, പക്ഷെ ആത്മാവ് മരിക്കുന്നില്ല. എന്നാൽ ഈ ജീർണിച്ച ശരീരം വളരെ ഭയഭക്തികളോടെ നമ്മൾ അടക്കം ചെയ്യുന്നത്, ആ സമയത്തുള്ള പ്രാർത്ഥനകളെല്ലാം ഈ ശരീരം, പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിരുന്ന ഈ ശരീരം അന്ത്യദിനത്തിൽ ഉയർത്ത് ആത്മീയ ശരീരമായി, ഇനി ഒരിക്കലും മരിക്കാത്ത ശരീരമായി ദൈവത്തോടൊപ്പം നമ്മുടെ ആത്മാവിനോട് ചേരും. നമ്മുടെ ആത്മാവിനോട് ചേരും. വിശ്വസിക്കുന്നുവോ? അതാണ്. യെസ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗുഡ്, താങ്ക് യു. അപ്പോൾ ഇതിലുള്ള വിശ്വാസം, അതാണ് മർത്തായോട് പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ മാർത്ത പറഞ്ഞത് എന്താ?
എനിക്കറിയാം അന്ത്യദിനത്തിൽ ഉയർക്കുമെന്ന്. അപ്പം ഇതൊക്കെയാണ് നമ്മൾക്കുണ്ടാകേണ്ട വിശ്വാസം. ഇന്ന് എത്ര ആളുകൾക്ക് അറിയാം ഇങ്ങനെ നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേക്കുന്നു? അപ്പോൾ അതാണ് ശരീരത്തിൻ്റെ ഉയർപ്പ്. ഈ ഉയർപ്പ് അന്ത്യദിനത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നതോടൊപ്പം ആരാണ് ഈ ഉയർപ്പിക്കുന്നത്? ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ അന്ത്യദിനത്തിൽ ഉണ്ടാകാനിരിക്കുന്ന ആ ഉയർപ്പിൻ്റെ ഒരു മുൻ ആസ്വാദനം നമുക്ക് ഇവിടെ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ വേറൊരു വിഷയം. അതാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയണത്? അവൻ മരിച്ചു, അവൻ ഉയർത്തു, അവൻ വീണ്ടും വരും. അപ്പോൾ ഇവിടെ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്ന ഈശോ അന്ത്യദിനത്തിൽ നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്ന ഈശോ തന്നെയാണ്. ഉയർത്തെഴുന്നേറ്റ ഈശോയാണ്. ആ ഉയർത്തെഴുന്നേറ്റ ഈശോയെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെ വിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയും ഒരു വിധത്തിൽ നമ്മൾ അന്ത്യദിനത്തിൽ വരാനിരിക്കുന്ന ഉയർപ്പിനെ ഇവിടെ വെച്ച് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം. ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ 1002 ഖണ്ഡിക 1002 കാറ്റക്കിസത്തിൽ 1002ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് കേൾക്കാം. അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കും എന്നത് സത്യമെങ്കിൽ മറ്റൊരു വിധത്തിൽ നാം ക്രിസ്തുവിനോടൊപ്പം ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞു എന്നതും സത്യമാണ്. എന്തെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കുചേരലാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ക്രിസ്തീയ ജീവിതം ഇവിടെ വെച്ച് തന്നെ ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കുചേരലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശരീരത്തിൻ്റെ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾക്ക് ആത്മധൈര്യം ഉണ്ടാകുകയാണ്. നമ്മുടെ ഇവിടെയുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് നമ്മൾ വസിക്കുന്നത്. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 11-ാമത്തെ വചനം ഒന്ന് വായിച്ച്. റോമർ 8:11 എന്താ പറയുന്നത്? യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ, വായിച്ചോ, ഒന്നെല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി നേറ്റ് പറഞ്ഞ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. അതാണ് യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് ഒരു ക്രിസ്ത്യാനിയിൽ വസിക്കുന്നത്. അങ്ങനെ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുവെങ്കിൽ ഇവിടെ വെച്ച് തന്നെ എന്നിൽ വസിക്കുന്ന ആത്മാവിലൂടെ എൻ്റെ മർത്യ ശരീരത്തിന്, എൻ്റെ ഈ പാപകരമായ ശരീരത്തിൽ അമർത്യത ആരംഭിച്ചു കഴിഞ്ഞു. എൻ്റെ മർത്യ ശരീരത്തിന് ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവിക ജീവൻ,
അമർത്യമായ ജീവൻ ഇവിടെ വെച്ച് തന്നെ തരും. വിശ്വസിക്കാൻ പറ്റണ്ടോ ഇതൊക്കെ? ഇതാണ് നമ്മുടെ വിശ്വാസം. അത് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ വിശുദ്ധ കുർബാന അനുഭവമാകുള്ളൂ. ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾക്ക് ലഭിക്കുന്നത് ഉത്ഥാനമാണ്, മരണ ഉത്ഥാനം. അപ്പോൾ അതാണ് അപ്പോൾ അന്ത്യദിനത്തിൽ നമ്മുടെ ശരീരങ്ങൾ ഉയർക്കും എന്ന് വിശ്വസിക്കുമ്പോൾ ഇവിടെ വെച്ച് തന്നെ ആ ഉയർപ്പിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ ഈ വെള്ളം വീഞ്ഞാക്കുന്ന ആ പുതിയ സൃഷ്ടിയാകുന്ന ആ രൂപാന്തരീകരണം നമ്മളിൽ നടക്കുന്നത് ഈ ഉയർപ്പിൻ്റെ ശക്തി ഇപ്പോൾ നമ്മളിൽ പ്രവർത്തിക്കുന്നതിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തത് മരണം. എന്താ മരണം? മരണം ഇപ്പോൾ വളരെ എളുപ്പമായി. ഉയർക്കണോ? നമ്മൾ ഉയർക്കണമെങ്കിൽ മരിക്കണം. അപ്പോൾ മരണം ഒരിക്കലും ഒരു സാഡായിട്ടുള്ള അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമായി കണക്കാക്കരുത്. മരണം യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടണമെങ്കിൽ മരിക്കണം. യേശുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടുന്നതാണ് മരണം. മരിക്കുന്നൊരു വ്യക്തി തൻ്റെ മരണത്തെ 1020 പറയുകയാണ്, തൻ്റെ മരണത്തെ യേശുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുത്തുന്ന ക്രൈസ്തവൻ യേശുവിലേക്കുള്ള ആഗമനവും നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനവുമായി അതിനെ വീക്ഷിക്കുന്നു. അപ്പോൾ മരണം എന്നത് വളരെ നല്ലൊരു കാര്യമാണ്. മരിച്ചാൽ മാത്രമേ പൂർണ്ണമായ ആ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വേഗം മരിക്കുന്നതാണ് നല്ലത്. ഉള്ള കാര്യം പറഞ്ഞേക്കാം. മരണത്തെക്കുറിച്ച് ഭയം ഉണ്ടാകുകയാണെങ്കിൽ വിശ്വാസം ഇല്ല എന്നർത്ഥം. അപ്പോൾ ഈ രക്തസാക്ഷികൾക്കെല്ലാം ഭയങ്കര ആവേശമായിരുന്നു. എനിക്കും ഭയങ്കര ആവേശം. ആരെങ്കിലും എൻ്റെ ഒന്ന് തല വെട്ടിക്കിട്ടാണെങ്കിൽ ഞാൻ വേഗം നേരെ സ്വർഗത്തിൽ പോകും. ഇപ്പോൾ ഫ്രാൻസിൽ ആ പാവം അച്ഛനെ 82 വയസ്സിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ വെട്ടിക്കൊന്നു. പ്രൈസ് ദ ലോർഡ്. കണ്ടു, എങ്ങനെയായാലും 2-3 വർഷത്തിന് ആള് പോകാനുള്ള ആളാണ്. എന്തോ ഒരു ഭാഗ്യമരണം കിട്ടി. കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കെ വെട്ടിക്കൊന്നു. ഇങ്ങനെ ആരെങ്കിലും ഒന്ന് വന്ന് തന്നാലോ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. ഞാൻ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ വേഗം വന്ന് എന്നെ ഒന്ന് വെട്ടാരെങ്കിലും വേഗം സ്വർഗത്തിൽ പോകാം. പ്രൈസ് ദ ലോർഡ്. എന്ത് ഒരു മാർട്ടിയറാകാം. നമ്മൾ ഈ മരണത്തെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മരണാനന്തം ഉണ്ടാകാവുന്ന ഭാഗ്യത്തെക്കുറിച്ച് ഒരറിവില്ല. സ്വർഗത്തെക്കുറിച്ച് ആരും പറയണില്ല. എല്ലാവരും ഇവിടുത്തെ കാര്യങ്ങളാണ് പറയണം. ആ കടബാധ്യത മാറ്, ആ കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ സ്വർഗത്തിന് അല്ലെങ്കിൽ പറയണത് ഒരു ശുദ്ധീകരണത്തിന് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് വേറൊരു കാര്യവും സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കണില്ല. നമ്മൾ ഇവിടുത്തെ സിറ്റിസൺസേ അല്ല. നിങ്ങളുടെ പാസ്പോർട്ടും വിസയെല്ലാം സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് തന്നേക്കണം. ഇവിടത്തേക്ക് കുറച്ച് നാളത്തേക്ക് ഇവിടെ അയച്ചേക്കണമെന്നേ ഉള്ളൂ. എവിടെയാണ് നമ്മുടെ സിറ്റിസൺഷിപ്പ്? നമ്മളിവിടെ തീർത്ഥാടനത്തിനാണ്. അപ്പോൾ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക് പോവുകയാണ്. മരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭവനത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ഭവനം ഇവിടെയല്ല, നമ്മുടെ ഭവനം പിതാവിൻ്റെ ഭവനമാണ്. മരണം മനുഷ്യൻ്റെ ഭൗതിക തീർത്ഥാടനത്തിൻ്റെ അവസാനമാണ്. ദൈവിക പദ്ധതിക്കനുസൃതമായി തൻ്റെ ഭൗതിക ജീവിതം നയിക്കാനും തൻ്റെ പരമമായ ഭാഗധേയത്തെ നിശ്ചയിക്കാനുമായി ദൈവം നൽകുന്ന കൃപാവരത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമയത്തിൻ്റെ അവസാനമാണ് മരണം. ഇവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. 914 പറയാണ്, അവിടെ അല്ലല്ലോ അത് മരണം. നാം
മറ്റു ഭൗമിക ജീവിതങ്ങളിലേക്ക് വരുന്നില്ല. മനുഷ്യൻ ഒരിക്കൽ മരിക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മരണത്തിന് ശേഷം പുനർജന്മമില്ല. ഇപ്പം നമുക്ക് ചുറ്റും ഒരുപാട് മറ്റ് മതസ്ഥർ വിശ്വസിക്കുന്നത് പുനർജന്മത്തിലാണ്. പുനർജന്മത്തിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ നിത്യജീവനിൽ അവന് വിശ്വാസമില്ല എന്നർത്ഥം. നമ്മുടെ വിശ്വാസവും സത്യം എന്താണ്? ഓരോ മനുഷ്യ വ്യക്തിയും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും എന്ന് പറഞ്ഞാൽ? എന്താണ് ഛായ? ദൈവത്തിൻ്റെ കർത്താവ് അരുളി ചെയ്തു, നമുക്ക് മനുഷ്യനെ നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം. എന്താണ് ആ ഛായ? എന്താണത്? നമുക്ക് നമ്മുടെ ഛായ. ഓക്കെ, സമയമില്ല. അപ്പോൾ നമ്മുടെ ഛായ എന്ന് ദൈവം അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വ്യക്തിത്വമാണ്. ദൈവത്തിൽ 3 ആരുണ്ട്? വ്യക്തികളുണ്ട്. ആ വ്യക്തിത്വം മനുഷ്യന് മാത്രമേ നൽകിയിട്ടുള്ളൂ. വേറെ വിധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ദൈവം ഒരു ആനയെ സൃഷ്ടിച്ചു. ആന വ്യക്തിയാണോ? കുതിര വ്യക്തിയാണോ? എന്തിന് ഈ സൂര്യനും ചന്ദ്രനും വ്യക്തിയാണോ? മനുഷ്യൻ മാത്രമാണ് വ്യക്തി. അപ്പോൾ ദൈവം മനുഷ്യനെ ഒരു വ്യക്തിയായി സൃഷ്ടിച്ചതിലൂടെ ദൈവത്തിൻ്റെ സെൽഫ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുകയാണ്. അതിലൂടെ ദൈവത്തിന് അവനുമായിട്ട് ഒരു വ്യക്തിബന്ധത്തിലേക്ക്, ഒരു ജീവിത പങ്കാളി എന്നുള്ള നിലയിൽ അവൻ വ്യക്തിയാണ്, ദൈവവും വ്യക്തിയാണ്. അപ്പോൾ ദൈവത്തിന് മനുഷ്യനുമായിട്ട് വ്യക്തിബന്ധം സ്ഥാപിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളിന്ന് ഇന്നർ യൂണിയനിലേക്ക് ചെന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ഇന്നർ യൂണിയൻ കിട്ടുന്നത്? നിങ്ങൾ സിസ്റ്റേഴ്സ് വന്ന് സാക്ഷ്യം പറഞ്ഞു കണ്ടു, ഭയങ്കര ഒരു വ്യക്തിപരമായ അനുഭവം. എന്തുകൊണ്ടാണ്? അത് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. കാറ്റഗിസത്തിൽ ആദ്യത്തെ ഖണ്ഡികയിൽ പറയുന്നത്, ഗോഡ് ഹൂ ഈസ് ബ്ലെസ്സഡ്, അനന്ത നന്മയായ ദൈവം മനുഷ്യനെ തൻ്റെ ദൈവിക ജീവിതത്തിൽ പങ്കാളിയാകാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ജീവനിൽ പങ്കാളിയാകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളി, സ്പൗസൽ റിലേഷൻഷിപ്പ്, മണവാളൻ മണവാട്ടി. അപ്പൊ എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത്? ഗോഡ് ക്രിയേറ്റഡ് ആസ് എ പേഴ്സൺ. എന്താണ് ലൈക്ക്നെസ്? എന്താണ് സാദൃശ്യം? ദൈവത്തിൻ്റെ സാദൃശ്യം എന്താ? ദൈവം ആത്മാവാണ്, ദൈവം അനശ്വരനാണ്, ദൈവം അനന്തനാണ്, നിത്യജീവനാണ് ദൈവം. അപ്പോൾ എല്ലാ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ആ നിത്യത നൽകിക്കൊണ്ടാണ് സൃഷ്ടിച്ചത്. ആ നിത്യതയ്ക്ക് ഭംഗം വരുന്നില്ല. പാപിയാണെങ്കിലും ആ നിത്യതയ്ക്ക് ഭംഗം വരുന്നില്ല. ആത്മാവാണ്, നിത്യനാണ്. അപ്പോൾ ഒരുവൻ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവന് നിത്യതയിൽ വിശ്വാസമില്ല. അതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനത്തിൽ ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നിത്യമായ ജീവിതമുള്ളവനാണ് ഞാൻ. എൻ്റെ ജീവിതത്തിന് ഒരിക്കലും അവസാനമില്ല. ഒരു മനുഷ്യ വ്യക്തിക്ക് ഒരിക്കലും അവസാനമില്ല. അവൻ ദൈവത്തെ പോലെ തന്നെ ദൈവത്തോടൊപ്പം ജീവിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് സെയിൻറ്റ് അഗസ്റ്റിൻ എല്ലാം പാടാറുള്ളത്, ഓ ലോർഡ് യു ക്രിയേറ്റഡ് മീ ഫോർ യു, ടിൽ ഐ റീച്ച് യു മൈ സോൾ ഈസ് റെസ്റ്റ്ലെസ്. അങ്ങിൽ വിലയം പ്രാപിക്കുന്നതുവരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. അപ്പോൾ ദൈവം നമ്മളെ ദൈവത്തിന് വേണ്ടി അനന്തതയ്ക്കായിട്ടാണ് സൃഷ്ടിച്ചപ്പോഴേ തന്നെ. അപ്പോൾ ആ അനന്തതയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഈ ഭൗമിക ജീവിതത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞുമ്പോഴാണ്.
അതുകൊണ്ട് അനന്തതയിലേക്കുള്ള കാലഘട്ടത്തെക്കുറിച്ച്, അനന്തതയിലുള്ള ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അത് എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു സൂചന തന്നല്ലോ, അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, നിർത്താം അല്ലേ? ഇപ്പം നിർത്താം. നിങ്ങളുടെ ഈവനിങ് പ്രെയറിലേക്ക് പ്രവേശിക്കാം. എന്നിട്ട് മരണം ഇത് കഴിഞ്ഞിട്ടാകാം. മരണവും മരണാനന്തര മരണം ഇപ്പോൾ കഴിഞ്ഞെന്ന് വിചാരിക്കുക. എന്നാലും ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം. മരണാനന്തര ജീവിതത്തിൽ തനത് വിധി, ശുദ്ധീകരണ സ്ഥലം, സ്വർഗം, നരകം ഒക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പഠിക്കാം. ഓക്കെ, ഞാൻ ഒരു പണി ചെയ്യാം. ഭക്ഷണം കഴിച്ചു വന്നിട്ട് ഈ ക്ലാസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം കേട്ടോ. ചിലപ്പോൾ 9:30 വേറെ ഇത്തിരി നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ലല്ലോ, ഒരു 10 മണി വരെ പോയാലോ? ഓക്കെ, ഗുഡ്, താങ്ക് യു. സ്റ്റാർട്ട്. ഈവനിങ് പ്രയർ തുടങ്ങിക്കോ.